നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് 2.4 കോടി രൂപ കൂടി അനുവദിച്ചു. 3 മാസത്തെ വാടക കുടിശ്ശികയാണ് ഇപ്പോൾ അനുവദിച്ചത്. 2024 ഒക്ടോബർ 20 മുതൽ 2025 ജനുവരി വരെയുള്ള കുടിശ്ശികയാണ് അനുവദിച്ചത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവുള്ളതുകൊണ്ട് തന്നെ ട്രഷറിയിൽ നിന്നുള്ള തുക ഉടൻ ഹെലികോപ്റ്റർ ഉടമകളായ ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിനായിരിക്കും. വാടക കുടിശ്ശിക ആവശ്യപ്പെട്ട് പോലീസ് മേധാവി ഫെബ്രുവരി 2 മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. പണം കൊടുക്കാൻ മുഖ്യമന്ത്രി ധനമന്ത്രി KN ബാലഗോപാലിന് അടിയന്തര നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ മാസം 6 തുക അനുവദിച്ച് ധനവകുപ്പിൽ നിന്നും ഉത്തരവിറങ്ങിയത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് വാടകയായി ഖജനാവിൽ നിന്ന് നൽകിയ തുക 12.8 കോടിയായി. 80 ലക്ഷം രൂപയാണ് മാസവാടക. മാസം 25 മണിക്കൂർ പറക്കാനാണ് 80 ലക്ഷം രൂപ മാസവാടക നൽകുക. പിന്നീടുള്ള ഓരോ മണിക്കൂറിനും 90,000 രൂപ വീതം വാടക നൽകണം. 2023 സെപ്റ്റംബർ മുതൽ ആണ് മുഖ്യമന്ത്രി വീണ്ടും ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. Z+ സുരക്ഷയുള്ള ആളാണ് താനെന്നും അതുകൊണ്ട് യാത്രയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നത് സുരക്ഷാ കാരണങ്ങളാൽ ഉചിതമല്ലെന്നുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകിയത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും മുഖ്യമന്ത്രി യാത്രയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരുന്നു. 2020 ആദ്യമായി വാടകയ്ക്കെടുത്തത്. 22 കോടി രൂപ വാടക ഇനത്തിൽ അന്ന് ചിലവായി. തുടർഭരണം ലഭിച്ച് 2 വർഷത്തിന് ശേഷമാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ വീണ്ടും തീരുമാനിച്ചത്. ആദ്യം എടുത്ത ഹെലികോപ്റ്ററിന് 22 കോടിയും ഇപ്പോഴത്തെ ഹെലികോപ്റ്ററിന് 12.5 കോടിയും വാടക നൽകിയതോടെ ഹെലികോപ്റ്റർ വാടക ഏതാണ്ട് 35 കോടിയിലേക്ക് കുതിച്ച് കയറിയിരിക്കുകയാണ്.